ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് എന്നാണ്? ഉത്തരം 1915 ജനുവരി 9-നാണ്. അടുത്ത ചോദ്യം, സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സത്യത്തെ മുറുകെ പിടിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത്, വിളവ് മോശമായ സമയത്ത് വർദ്ധിപ്പിച്ച നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരം ഏതാണ്? ഉത്തരം ഖേഡാ സമരം. ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിക്കാർക്ക് വേണ്ടിയാണ് നടത്തിയത്? ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകർക്ക് വേണ്ടി നടത്തിയതാണ്. അടുത്തത്, തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം. ഇന്ത്യൻ മനസാക്ഷിയെ നടുക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ദുരന്തം ഏതാണ്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം ഗാന്ധിജി ആരംഭിച്ച സമരം ഏതാണ്? നിസ്സഹകരണ സമരം. ഉത്തരം നിസ്സഹകരണ സമരം. ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത്? ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് ആണ്. അടുത്തത്, ഏതു സമരത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്? ആദ്യമായി കേരളത്തിലെത്തിയതും നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായാണ്. അടുത്തത്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഏത് സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ഉപ്പു സത്യാഗ്രഹം. വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആരാണ്? അംശി നാരായണപിള്ള. ഉത്തരം അംശി നാരായണപിള്ള. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതെവിടെ? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂർ. പയ്യന്നൂർ കടപ്പുറം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. അദ്ദേഹത്തെ കേരള ഗാന്ധി എന്നുകൂടി അറിയപ്പെടുന്നു. കെ കേളപ്പനെ കേരള ഗാന്ധി എന്നുകൂടി അറിയപ്പെടുന്നു. വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹം. അംശി നാരായണപിള്ള എഴുതിയതാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മ ദിനം ആചരിക്കുന്നത് ഏത് പേരിലാണ്? ഭാരതീയ പ്രവാസി ദിനം. ഭാരതീയ പ്രവാസി ദിനം. ജാലിയൻ വാലാബാഗ് സംഭവം നടന്നതെവിടെ? ജാലിയൻ വാലാബാഗ് നടന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ്. പഞ്ചാബിലെ അമൃത്സറിലാണ്. ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് ഉത്തരവിട്ട ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ജനറൽ മൈക്കിൾ ഒ ഡയർ ആണ്. ജനറൽ മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട ജനറൽ മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആരാണ്? ഉദ്ധം സിംഗ്.
ഉദ്ധം സിംഗ് എന്ന രാജ്യസ്നേഹിയാണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഉത്തരം ജവഹർലാൽ നെഹ്റു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ആരുടെ സമരമുദ്രാവാക്യമാണ്? ഉത്തരം ഗാന്ധിജി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജിയുടെയാണ് കേട്ടോ. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഏത് ദിനമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ലോക അഹിംസാ ദിനമായാണ് ആചരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി നാം ആചരിക്കുന്നത്. അടുത്തത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഉരുക്ക് മനുഷ്യൻ ഏത്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തത് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയെയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയെയാണ്. വാഗൺ ട്രാജഡി നടന്നത് എവിടെ? വാഗൺ ട്രാജഡി നടന്നത് തിരൂരാണ്. തിരൂർ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയാണ് കേട്ടോ. തിരൂര് മലപ്പുറം ജില്ല. നെക്സ്റ്റ്, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡുവിനെയാണ്. സരോജിനി നായിഡുവിന്. നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മുന്നത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, കാണുക. അതേപോലെ തന്നെ നോട്ട് എഴുതിയെടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ LSS എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.